ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ വീക്ക്ലി വൺസ് ഒരു വെബിനാർ നടത്തുന്നുണ്ട്. അതാത് ആഴ്ചകളിൽ നടന്ന ഓൺലൈൻ ക്ലാസ്സസിന്റെ ഡെവലപ്മെന്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും ആണ് ഈ വെബിനാറിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ വളരെ നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി അത്രത്തോളം തയ്യാറെടുപ്പുകളോടെ ആയിരുന്നില്ല വിദ്യാഭ്യാസ മേഖല. പക്ഷേ പെട്ടെന്നുണ്ടായ ചില സംഭവ വികാസങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് നമ്മളെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. എല്ലാവരും ഒരേപോലെ സാങ്കേതിക വിദ്യ പരിജ്ഞാനമുള്ളവരായിരിക്കണമെന്നില്ല. അതോടൊപ്പം എക്വിപ്ഡ് ആകണമെന്നുമില്ല. സാധാരണ ചെറിയ തോതിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻസോ അതേപോലുള്ള മറ്റ് നെറ്റ്വർക്കുകളോ കൊണ്ട് പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സസ് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ പ്രയാസകരമാണ്. എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുക അത്ര എളുപ്പമല്ല. എങ്കിലും നമ്മുടേതായ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ സ്കൂളിൽ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് പല വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ IT പരിജ്ഞാനം ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം എത്തണമെന്നില്ല. ഈ കഴിഞ്ഞ കുറെ നാളുകളായി നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ 100% കോമ്പിറ്റൻസി നേടുവാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. അതിനുവേണ്ടി ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് സ്കൂളിന്റെ ഭാഗത്തും പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അനുഭവവേദ്യമായ എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിലൂടെയാണ് ഇത്തരം സാങ്കേതിക പരിജ്ഞാനം നമ്മൾ നേടിയെടുത്തത്. അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത്. അധ്യാപകർ കൂട്ടായി ഒരു കേന്ദ്രത്തിലിരുന്ന് ആവശ്യമുള്ള സന്നാഹങ്ങളോടുകൂടി ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇതേ രൂപത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നത്. അതിനാവശ്യമായ സഹായം ഗായത്രി സെൻട്രൽ സ്കൂൾ IT ഡയറക്ടർ CS നാരായണനും അദ്ദേഹത്തോടൊപ്പം ആഷ്നയും ആണ് കൈകാര്യം ചെയ്യുന്നത്. നിരന്തരമായി അതിൽ തന്നെ ശ്രദ്ധ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംശയങ്ങൾക്ക് നിവർത്തി വരുത്തുകയും ആവശ്യമായ ടെക്നിക്കൽ സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ഇപ്പോൾ എത്തി നിൽക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇനിയും ബഹുദൂരം നമുക്ക് മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം എത്ര കണ്ട് ആത്മാർത്ഥമായ സഹകരണം രക്ഷകർത്താക്കളിൽ നിന്നുണ്ടായിട്ടും വളരെ കൂടുതൽ പ്രയത്നം ഇനിയും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ചില സമയത്തെങ്കിലും ആവശ്യമായ സപ്പോർട്ട് ലഭിക്കാത്ത അവസരങ്ങളും ഉണ്ട്. ടീച്ചേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നതും പ്രകാരം മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത് പൂർണ്ണമായും അനുസരിക്കുക എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ അഭികാമ്യമായിട്ടുള്ളത്.
കാരണം ഒരു കുട്ടി ഒരിടത്ത് സംസാരിക്കുമ്പോൾ അത് ആ ലിങ്കിലുള്ള അനേകം കുട്ടികൾക്ക് അധ്യാപകരുടെ പ്രസന്റേഷനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരുപക്ഷെ ആ സംസാരിക്കുന്ന ഇടത്തിൽ ആ ബുദ്ധിമുട്ടിന്റെ ലെവൽ അറിയാൻ പറ്റുകയില്ല. മറ്റുള്ളവർക്കാണ് ആ ഡിസ്റ്റർബൻസ് ശരിക്കും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും ഈ ക്ലാസ്സുമായി ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് കുട്ടികളോടൊപ്പം ഇരിക്കുകയും അവർക്ക് ഈ വിഷയവുമായി താല്പര്യം ഉണ്ടാകാത്തത് കൊണ്ടും അങ്ങനെ ചില ഇടപെടലുകളും ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടാറുണ്ട്. അപ്പൊ എങ്കിലും വളരെ സ്വാഗതാർഹമാണ് രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. We are thankful to our parents for their support. As sir said, few interruptions are there in between the classes. So please cooperate with us, and I think all these minor problems, if we could solve, this online classes will be very effective and it will be useful for our children also. So please support us, and whatever sir said, we have almost rectified most of the technical problems which we had earlier. Initially, quite a lot of problems were there, but now it's only few, and so we expect that in future it will move on smoothly. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണുകൾക്ക് ഒരു മാറ്റം വരികയാണ്. ക്ലാസ് ടൈമിങ്ങിനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ചില മാറ്റങ്ങൾ വരുന്നു. ഈ മാറ്റത്തെപ്പറ്റി ഞങ്ങൾ ഈ ആഴ്ച തുടക്കത്തിൽ മുതൽ ചിന്തിച്ചതാണ്. എങ്കിലും ഇന്ന് രാവിലെ കണ്ട MHRDയുടെ ഒരു ഡിക്ലറേഷനകത്ത് വളരെ വ്യക്തമായിട്ടും നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്ന പത്രപ്രസ്താവന. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഷെഡ്യൂളിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. LKG ആൻഡ് UKG 4 days 1 period each. 4 days പറയുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. വെനസ്ഡേ ഒരു ഇവാലുവേഷൻ ഡേ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ അല്പം കഴിയും പറയാം. 1 to 5 ക്ലാസ്സസിനും അതേപോലെ തന്നെ 4 days 1 period ഈച്ച് ആക്കുകയാണ്. 6 to 8 6th സ്റ്റാൻഡേർഡുകാർക്ക് ഒരു പ്രധാന വ്യത്യാസമുണ്ട്. അവർക്ക് നിലവിൽ 1 period ആണ്, അത് മാറി 6th-നെ 8th വരെയുള്ള ബാച്ചിലേക്ക് കയറ്റുന്നു. അപ്പൊ 6 to 8-ന് 2 periods ആണ് വരുന്നത്, 4 days. 9 and 10-ന് 4 days 3 periods വെച്ചും ആണ് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ക്ലാസ്സസ് നടക്കുന്നത്. അപ്പൊ വെനസ്ഡേയുടെ പ്രാധാന്യം, നമ്മൾ ഈ തരുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന വസ്തുതകളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം, PPTയുടെ സഹായത്തോടുകൂടി ടീച്ചേഴ്സ് ആവശ്യമായ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ, അതിനോടൊപ്പം തരുന്ന പ്രോജക്റ്റ് വർക്കുകളും അസസ്മെന്റുകളും ടെക്സ്റ്റ് ബുക്കുകളുടെ ഒക്കെ സഹായത്തോടെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ ഒരു ഇവാലുവേഷന് വെനസ്ഡേ ഉപയോഗിക്കുകയാണ്. ഒരുപക്ഷെ ഒന്നിലധികം സബ്ജക്ട്സുകൾ ഒരു ദിവസം വെനസ്ഡേ നിങ്ങൾക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ 20 മാർക്സിൻ്റെതായിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ എക്സാമിനേഷൻ എല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷനും കിട്ടുന്നതായിരിക്കും. എങ്കിലും ടീച്ചേഴ്സ് ഈ പറയുന്ന എല്ലാ പരീക്ഷകളും, എല്ലാ എക്സാമിനേഷനുകളും അവർ മാനുവലായി പരിശോധിക്കും. എന്തെങ്കിലും തരത്തിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് കുട്ടികളെ അറിയിക്കുന്നതായിരിക്കും. സാധാരണഗതിയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ 2 എക്സാമിനേഷൻസ് നടത്തി. അതിൽ ചില പ്രോബ്ലംസ് മനസ്സിലാക്കാൻ പറ്റി. ആ മനസ്സിലാക്കിയ പ്രോബ്ലംസിനെല്ലാം തന്നെ പുതിയതായിട്ട് വരുന്ന എക്സാമിനേഷനുകളിൽ പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ഇവാലുവേഷൻ നടത്തുമ്പോഴാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആൻസേഴ്സ്
കഴിവതും മൾട്ടിപ്പിൾ ചോയ്സ് അതാത് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ഫോണ്ടിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയാലും വൺ വേർഡ് ആൻസർ തന്നെ കൊടുക്കുക. അതിന്റെ പെർഫോമൻസിന്റെ ഒരു ലെവൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിനകത്ത് പ്രസന്റേഷനകത്ത്. അപ്പൊ അടുത്തത് ടീച്ചേഴ്സ് തരുന്ന നോട്ടുകൾ. അടുത്തത് വരുന്ന നോട്ടിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. അതായത് ഈ തരുന്ന ഓൺലൈൻ ഇവാലുവേഷൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നിരുന്ന പ്രസന്റേഷൻസ് പഠിച്ചു, ഒപ്പം തന്നെ അസസ്മെന്റുകൾ പഠിച്ചു, അതിനുശേഷം നിങ്ങൾക്ക് നോട്ട് കിട്ടണം. ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം നോട്ട് കിട്ടും. അപ്പൊ ആ നോട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്നും എവിടെ ചെന്ന് എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളതിനെ പറ്റി വിശദമായി സ്ക്രീനിൽ കാണാവുന്നതാണ്. അത് എൻ്റെ ഈ ടോക്ക് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് റീപ്ലൈ ചെയ്തിട്ട് അത് മനസ്സിലാക്കാം. അതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ക്രീനിൽ മാത്തമാറ്റിക്സിന്റെ ഒരു നോട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ എല്ലാ വിഷയങ്ങൾക്കും അതാത് ക്ലാസ്സുകളിൽ കയറി മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഈ നോട്ട് പ്രിപ്പറേഷന് മാത്രം ധൃതി വെക്കാതിരിക്കുക. കാരണം ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം, ടെക്സ്റ്റ് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ടെക്സ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് തരുന്നത്, നോട്ട്സ് തരുന്നത്. പിന്നെ ഇപ്പൊ ട്രയൽ ബേസിസിൽ കുറച്ച് നോട്ടുകൾ തൽക്കാലം ഇടും, എങ്കിലും പൂർണ്ണമായിട്ടും അത് എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ടതാണ്. ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിലെ ഇതനുസരിച്ച് ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഈ നോട്ട് ആക്സസ് ചെയ്യുന്നതിന് അല്പം സാങ്കേതികമായ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അടുത്ത കാലത്ത് തന്നെ പരിഹരിക്കാമെന്നാണ് മൈക്രോസോഫ്റ്റ് ഏറ്റിരിക്കുന്നത്. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർ മറ്റെന്തെങ്കിലും ഉപാധികളിലൂടെ തൽക്കാലം നോട്ട്സ് ആക്സസ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അല്ല ടീച്ചർ ഇതിന്റെ ഒരു വിശദീകരണം പറഞ്ഞിട്ട് വേണം. See, all of you have heard about the notes. So you could see on the screen how you can access the notes from the teachers. So it's a very easy process, and you can go to the recordings and you can watch it again. And as sir said, after the teaching, online teaching, we'll be giving the assignments. You all know at the end of online classes, we'll be giving the assignments. And the assignments, after doing the assignment, they have to read the text. Reading the text is very important. So all of the children, they have got their text and they have to read the text. The portion what is completed by the teacher should be read. And then only the class test will also be held. And then at last the notes will be given. So this will be the system what we are going to follow. So parents also should be aware of this, because they can help their children out and they can encourage the children to read the text properly. This is very important. Otherwise, it will become a one-way communication. So if the children take effort and if they get involved in it only, the benefit will go to them. So this is very important. Please note this. അടുത്തത് അസൈൻമെന്റ്സ്. അസൈൻമെന്റ്സും ഏത് ടാബിലെത്തും, എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ പറ്റി വിശദമായി വാട്സാപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഒരു അസൈൻമെന്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്യുപ്മെന്റ് ത്രൂ എടുക്കാവുന്നത്. അതിന്റെ സ്ക്രീനിലെ ഡിസ്പ്ലേ ശ്രദ്ധിക്കുക. ആ സ്ക്രീനിൽ കാണുന്ന അതേ പ്രൊസീജിയർ, അസൈൻമെന്റ്സ് എന്നുള്ള ടൈറ്റിലിൽ ചെല്ലുന്നു, അസൈൻമെന്റ്സ് കാണുന്നു. അത് ലോഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓരോ ക്ലാസ്സുകളായിട്ട് കാണാം, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകൾ. അതിലേക്ക് ചെല്ലുക, അതാത് സബ്ജക്റ്റിലേക്ക് ചെല്ലുക. ആ സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ആ അസൈൻമെന്റ് കാണാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് സെറ്റ് ചെയ്യാം. അതല്ല എന്തെങ്കിലും പ്രത്യേകമായി ആഡ് ചെയ്തിട്ട് എഴുതിയതിന് ശേഷം അതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഈ കൊടുക്കുന്ന അസൈൻമെന്റ്സ് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സൊല്യൂഷനിൽ എത്തിക്കാം. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന് അത് കറക്ഷൻ നടത്തുന്നതിനും പ്രത്യേകമായി ഇന്ന സ്ഥലം എന്നില്ല, എവിടെ നിന്നും ടീച്ചേഴ്സിന് അത് കാണാനും അതിന് വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കാനും നിർദ്ദേശങ്ങൾ തരാനും ഇവാലുവേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അടുത്തത്
ഗ്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പം ഗ്രേഡിംഗ് നമ്മൾ ഇതുവരെ കൃത്യമായി ചെയ്തിട്ടില്ല. കാരണം നമ്മൾ തന്നിരിക്കുന്ന എക്സാമിനേഷൻസ് എല്ലാം തന്നെ ഒരു ട്രയൽ ബേസിസിലായിരുന്നു. ഇനി നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അസൈൻമെന്റ്സും ക്ലാസ് ടെസ്റ്റുകൾക്കും കൃത്യമായ ഗ്രേഡിംഗ് കാണും. അപ്പൊ ആ ഗ്രേഡ്സിന്റെ ആ കോളത്തിലേക്ക് ചെന്നാൽ നിങ്ങൾക്കാണ് അസൈൻമെന്റ്സ് കഴിഞ്ഞാൽ അടുത്ത ഗ്രേഡ്സ് എന്നാണ്. ഗ്രേഡ്സിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ കുട്ടികളുടെയും ഓരോ വിഷയത്തിനുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഓൺലൈൻ ടെസ്റ്റ് നടത്തിയാൽ അത് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇവാലുവേഷൻ നടന്നു കഴിയുമ്പോൾ ഈ സിസ്റ്റത്തിൽ അത് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ എക്കണോമിക്സിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞായിരുന്നു. ആ എക്സാമിനേഷൻ കഴിഞ്ഞതിന്റെ ആ ടെസ്റ്റിൻ്റെതാണ് ഈ കാണുന്നത്. ആ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഫോണിലേക്കുള്ളത് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് ആദ്യം കണ്ടത് ലാപ്ടോപ്പിലും സിസ്റ്റത്തിലുമായിട്ടാണ്. ഇപ്പോൾ ആൻഡ്രോയിഡോ അല്ലെങ്കിൽ മറ്റു ഫോണുകളിൽ കാണുന്നത്. ഇതിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് ഓരോന്നും അതിന്റെ ആൻസേഴ്സും മൾട്ടിപ്പിൾ ചോയ്സും ഒക്കെ ആയിട്ട് കാണാം. അടുത്തത് ഈ ടെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതാണ്ട് എത്ര പേര് അറ്റൻഡ് ചെയ്തു, എത്ര പെർസെൻറ്റേജ് ആണ് അതിന് ഓരോന്നിനും, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരിക്കുന്നതിന്റെയാണ് ആ ഗ്രാഫിക് റെപ്രസെന്റേഷൻ പൈ ചാർട്ടായിട്ട് അവിടെ കാണാൻ പറ്റും. അതിൽ എത്ര കുട്ടികളാണ് അതിന്റെ ആൻസർ കറക്റ്റ് ചെയ്തത്, അതിന്റെ ഏതൊക്കെ തരത്തിലാണ് അത് പോയിരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഓരോ ക്വസ്റ്റ്യനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനും നമുക്ക് ഫുൾ ഗ്രാഫിക്സോട് കൂടി തന്നെ ഈ സിസ്റ്റം എത്തിക്കുന്നതാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇവാലുവേഷന് വേണ്ടി നമുക്ക് അധികമൊന്നും സമയം വേണ്ട. നിങ്ങൾ എക്സാം എഴുതിയ ആ നിമിഷം തന്നെ തീർന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിനെ സംബന്ധിച്ച ഇവാലുവേഷൻ വെക്കുകയാണ്. അപ്പൊ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇത് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ, വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ യാതൊരു തരത്തിലുള്ള മാൽപ്രാക്ടീസും ഇല്ലാതെ നിങ്ങൾ സ്വന്തമായി ഒരു ഇവാലുവേഷൻ നടത്തണം എന്ന രീതി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ ആയിട്ട് ഇതിനെ കാണാം. ടീച്ചേഴ്സിന് ഒരു നല്ല ഫീഡ്ബാക്ക് ആയിട്ട് ഇതിനെ കാണാം. ആവശ്യമായ റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്നതിനും ഈ ഒരു ടെസ്റ്റിലൂടെ കഴിയുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് അല്ല ഇപ്പൊ തരുന്നത്, ഒബ്ജക്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുകൾക്കും നമുക്ക് ഇതേ സോഫ്റ്റ്വെയറിലൂടെ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ്. ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിന് മറ്റ് സ്റ്റെപ്പുകൾ എടുക്കാം. അടുത്തത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ആ ഗ്രീൻ ഷെയ്ഡ് കാണുന്നതെല്ലാം പ്രോപ്പർ വേ ഓഫ് അറ്റൻഡൻസ് സൂചിപ്പിക്കുന്നു. 2 times അല്ലെങ്കിൽ 4 times. 2 times വെച്ചാൽ കയറുന്നു ഇറങ്ങുന്നു, ചിലപ്പോൾ ഒരു തവണ കൂടെ അത് ചെക്ക് ചെയ്തതിൻ്റെതായിരിക്കാം 4 times. അതുവരെ ഗ്രീൻ ഷെയ്ഡ് കാണാം. അതിനുശേഷം ഒരു പിങ്ക് ഷെയ്ഡ് കാണുന്നുണ്ട്. പിങ്ക് ഷെയ്ഡ് കാണുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അറ്റൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ ഒരു ചെറിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ ആകാം, അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങുകയും പിന്നെയും തിരിച്ചു വന്ന് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. റെഡ് കാണുന്നതിന്റെ കാരണം അത് ഹയർ ക്ലാസ്സിൽ ചിലപ്പോൾ 3 പീരീഡ് ഉള്ളതിൽ ചില പീരീഡുകൾ അറ്റൻഡ് ചെയ്യാതെ വരുന്നതാണ്. അപ്പൊ ഏത് തരത്തിലാണ് ഈ പറഞ്ഞ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു റെക്കോർഡ് സ്കൂളിന് ലഭിക്കുന്നതാണ്. ലോങ് റണ്ണിൽ അല്പം കൂടെ കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും അറ്റൻഡൻസിന് ബേസ് ചെയ്യുന്ന ഒരു ടൂളായി മാറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ തന്നിരിക്കുന്ന സമയത്ത് കൃത്യമായി ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ പേരൻസ് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിനാവശ്യമായ നടപടികൾ എടുക്കുക. ടീച്ചർ assignment, sir spoke about assignment, and we have been telling during the class hours also, we tell our children that it should be submitted regularly, and we can know the assessment of all the whole assignment, how it is done by the children, and we have been giving the feedback also. The children have been getting the feedback, and accordingly the parents also can take steps.
because now onwards we will be giving the grade also. The point will be shown, and most of the assignments what has been submitted is really good. But then some of them are there who are not submitting the assignment. So you have to see to it that every child is submitting the assignment, because otherwise from their side no involvement is there. And online test also, as sir said, we had conducted a test. Only the problem we could face is while writing the descriptive and the one word answer, objective type answer, when they were writing, when the fonts were different, some issues were there. But it is, and I think initially we will be following the multiple choice system, and then we will go on to the descriptive type answers. നെക്സ്റ്റ് റെക്കോർഡഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളാണ്. അത് നിങ്ങൾക്കറിയാം. ഇപ്പൊ എങ്കിൽ തന്നെയും പരിചയം കുറവുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഒരു ഡെമോ ആയിട്ട് കാണിക്കുന്നത്. കമ്പൈൻഡ് ക്ലാസ്സിൽ ചെല്ലുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഓരോ സ്റ്റേജസ് എങ്ങനെയാണ് എത്തുന്നതെന്നും അവിടെ നിന്ന് ലൈവ് ക്ലാസ് റെക്കോർഡിംഗ് എന്നുള്ള ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് നടന്ന ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡഡ് വേർഷനാണ്. എന്തൊക്കെയാണോ അന്ന് നമ്മൾ കണ്ടത്, എന്തൊക്കെയാണോ അന്ന് നമ്മൾ പറഞ്ഞത്, ഇതെല്ലാം തന്നെ ഈ ടാബുകളിൽ നിങ്ങൾക്ക് കിട്ടും. ഡേറ്റ് വൈസ്, സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഒരു തരത്തിലും നമുക്ക് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ എവിടെ ഇരുന്നും നമുക്ക് റെഫർ ചെയ്യാവുന്ന രീതിയിൽ സേഫ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാം. അതുകൊണ്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇത്തരം സൗകര്യങ്ങൾ ഇത്തരത്തിൽ ആക്കിയെടുക്കാനുള്ള പ്രയത്നം വളരെ വിലമതിപ്പോടുകൂടി കാണുക. അത്തരത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരോടും നിർദ്ദേശിക്കുന്നു. അടുത്തത് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഞാൻ പറഞ്ഞല്ലോ ചില മാറ്റങ്ങൾ ഓൺലൈൻ ക്ലാസ്സസുമായി ബന്ധപ്പെട്ട് വരുന്നു. നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് നമ്മളൊരു അസംബ്ലിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. മൺഡേ ആൻഡ് ഫ്രൈഡേ, ഒൺലി ഓൺ മൺഡേസ് ആൻഡ് ഫ്രൈഡേസ്. സ്റ്റാർട്ടിംഗ് ഡേയും എൻഡിങ് ഡേയും മാത്രം അസംബ്ലി നടത്തുന്നു. 8:30 to 8:45, സംടൈംസ് 8:45 എന്നുള്ള 5 മിനിറ്റ് അങ്ങോട്ട് പോയേക്കാം. അപ്പൊ സാധാരണ ഒരു റെഗുലർ അസംബ്ലി ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയറുകളും നമ്മൾ ആദ്യ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. തൽക്കാലം ടീച്ചേഴ്സ് സൈഡിൽ നിന്നായിരിക്കും ഇതിന്റെ പ്രസന്റേഷൻസ് നടക്കുന്നത്. ഗ്രാജുവലി കുട്ടികൾ തന്നെത്താൻ അവിടെ അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഒരുങ്ങുന്നുണ്ട്. നിലവിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പതുക്കെ അതിന്റെ സ്റ്റേജസ് ഡെവലപ്മെന്റുകൾ മനസ്സിലാക്കി അതിനുശേഷം മാത്രമാണ് അതിന്റെ ഫുൾ സ്വിങ്ങിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൺഡേ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്നു. മൺഡേ രാവിലെ 8:30 എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യോഗ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതിലും ഒരു ടൈം ചേഞ്ച് വരുത്തുകയാണ്. ട്യൂസ്ഡേയ്സ് എല്ലാം തന്നെ KG to സ്റ്റാൻഡേർഡ് 4 യോഗ നടത്താനും തേഴ്സ്ഡേയ്സ് 5 to 10 യോഗയുമായിട്ട് മാറുന്നു. ടൈം 7:15 to 7:45. അപ്പൊ എല്ലാ ചൊവ്വാഴ്ച ദിവസവും KG മുതൽ 4th വരെയുള്ള ക്ലാസ്സുകളിലെ യോഗ നടക്കും. എല്ലാ വ്യാഴാഴ്ചകളും 5 to 10 ക്ലാസ്സുകളിലെ യോഗ നടക്കും. രണ്ടുപേരുടെ യോഗ 7:15 AM to 7:45 AM ആയിരിക്കും. നല്ല ഒരു സഹകരണം രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വർഷാവർഷം നടക്കുന്ന വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യ പ്രൊജക്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ യോഗയാണ്. അത് യോഗ ഡേ ഇത്തവണ വരുന്നത് സൺഡേ ആണ്. ഇപ്പൊ ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ തുടങ്ങിയ സമയം മുതൽ ഗായത്രി സെൻട്രൽ സ്കൂൾ വളരെ ഭംഗിയായി ആചരിക്കുന്ന കാര്യമാണ്. അത് ഇത്തവണയും ഈ വരുന്ന ലിമിറ്റേഷൻസിനിടയിലും ഓൺലൈൻ ആയിട്ട് തന്നെ ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നു. സൺഡേ 8 to 9 ആണ് അതിന് സമയം കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന സൺഡേ 8 മണി മുതൽ രാവിലെ 8 മണി മുതൽ 9 മണി വരെയാണ് ഇന്റർനാഷണൽ യോഗ ഡേ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ യോഗ സാറുണ്ട്, അദ്ദേഹത്തോടൊപ്പം അശ്വിനി ദേവ് സാറുണ്ട്. കൂടാതെ അധ്യാപകരുടെ ഒരു സെറ്റ് ഈ യോഗ ഡേയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഇന്റർനാഷണൽ യോഗ ഡേയിൽ അന്നത്തെ ദിവസം നിങ്ങൾ കുട്ടികളെ പങ്കെടുപ്പിക്കുമ്പോൾ കഴിവതും അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കുന്നെങ്കിൽ നല്ലതാണ്. ഒപ്പം തന്നെ കുറച്ച് ഷോർട്സ് എടുക്കുന്ന നല്ലതാണ്. അപ്പൊ അതുവഴി നിങ്ങൾക്കുള്ള കോൺട്രിബ്യൂഷൻ
ഈ ഇപ്പോൾ തരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ അതിന്റെ വാട്സാപ്പ് നമ്പർ വരും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ ഇതിനകത്ത് തന്നെ താഴെയുണ്ട് 9207339944 എന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ യോഗ ഡേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീഡ്ബാക്ക് CBSEക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതുകൂടെ വരും. ഇത് കൂടാതെ ഓൺലൈനായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. ഈ നടക്കുന്ന സമയത്ത് തന്നെ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു 4-5 കുട്ടികളുടെ എങ്കിലും വിഷ്വൽസ് ലിങ്ക് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. രക്ഷകർത്താക്കളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ യോഗ ഡേ നമുക്ക് പല ഭാഗങ്ങളിലായിട്ടിരുന്ന് ഒരേ സമയം നടത്തിയതിന്റെ ഒരു ലൈവ് റെക്കോർഡിംഗ്, ലൈവായിട്ടുള്ള ഒരു ഷോ കാണിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. എല്ലാവരുടെയും സഹകരണം അതിലേക്ക് പ്രതീക്ഷിക്കുന്നു. അടുത്തത് യോഗ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഒരു വിഷയത്തിൽ അസംബ്ലി സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പളിന് എന്തോ ഒന്ന് പറയണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരാം. So on Monday we'll be starting the assembly and the teachers are conducting. As I said, we cannot bring our children to school, so we are conducting our assembly with the help of our teachers. And we'll be the normal day assembly will be there, that is thought for the day, GK, all the aspects will be there and it will be given by our teachers, and the importance of the day will also be there. So all different kinds of activities will be included in all these important days. And today we had a reading day also. As you all know, 19th June is observed as reading day. And the father of library movement, it is a death anniversary of Shri P.N. Panikkar sir, and we are observing the reading day today, and this week will be observed as a reading week, and the whole month from 19th till July 18th we'll be observing reading month also. So all the children, and especially those who are interested in reading, read some books, and if you could write the review and send it to us, it will be helpful. So please encourage the students to read books because you can read and grow. നെക്സ്റ്റ് അല്പം കോകരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ യോഗയോടൊപ്പം നമ്മൾ കയറാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം മ്യൂസിക് വിത്ത് ഇൻസ്ട്രുമെന്റ്സ്. നമ്മുടെ ശ്രീകുട്ടി ടീച്ചറും ടീച്ചറിന്റെ ഹസ്ബൻഡ് പ്രശാന്ത് സാറും കൂടെ ഒരുമിച്ചായിരിക്കും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ട്യൂസ്ഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് തൽക്കാലം KG to സ്റ്റാൻഡേർഡ് 8 വരെ ഉള്ളൂ. കാരണം 10th കുട്ടികൾക്കൊക്കെ ഇപ്പൊ തന്നെ ലോഡ് കൂടുതലാണ്, കൂടുതൽ സമയം അതിന് മുമ്പിൽ ഇരിക്കാൻ താല്പര്യമാണെങ്കിൽ അറിയിച്ചാൽ അവരെയും കൂടെ അതിലേക്ക് ലിങ്ക് ചെയ്യാം. KG to സ്റ്റാൻഡേർഡ് 8 3:30 to 4:15 ആണ്. എല്ലാവരും ഫ്രീ ആയിട്ടുള്ള സമയമാണ്. PM ആണ്. 3:30 PM to 4:15 PM. AM എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 3:30 PM to 4:15 PM ആണ്, വൈകുന്നേരമാണ്. അപ്പോൾ ഒരു പക്ഷേ 10th വരെയുള്ള കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് ലിങ്ക് കൊടുക്കാം. KG to സ്റ്റാൻഡേർഡ് 8 ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എങ്കിലും 10th വരെയും ചെയ്യാം. അത് ടീച്ചർ മ്യൂസിക് തരികയും ഒപ്പം തന്നെ ഇൻസ്ട്രുമെന്റ്സിലൂടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡയറക്ഷൻ സാറും തരും, പ്രശാന്ത് സാറും കൂടെ തരുന്നു. രണ്ടുപേരും ഈ വർഷം നമ്മളോടൊപ്പം ഈ പറയുന്ന മ്യൂസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് തരുന്നതാണ്. തൽക്കാലം ഓൺലൈനായിട്ട് ചെയ്തു തുടങ്ങുന്നു, ആഴ്ചയിൽ 2 ദിവസം. അതോടൊപ്പം അസംബ്ലിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രാർത്ഥനയിലും അതിന്റെ നാഷണൽ ആന്തത്തിലും ഒക്കെ ഈ പറയുന്ന ശ്രീകുട്ടി ടീച്ചർ ഹസ്ബൻഡും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പാട്ട് പാടാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ടീച്ചറുമായിട്ട് ലൈവായിട്ട് ബന്ധപ്പെടാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതാണ്ട് ക്ലാസ്സുകളുടെ കാര്യങ്ങൾ കഴിയുന്നു. നമുക്കിനിയും വേണ്ടത് പേരൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ്. നിലവിലെ ഈ ജൂൺ എൻഡ് ആകുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഗ്രൂപ്പ് മീറ്റിംഗ് കഴിയേണ്ട സമയമാണ്. മെയ് മാസം തുടങ്ങി ജൂൺ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഓൾമോസ്റ്റ് 100% മീറ്റിങ്ങുകളും നമ്മൾ ഒരു റൗണ്ട് കഴിയേണ്ടതാണ്. അതിന് തൽക്കാലം കഴിഞ്ഞിട്ടില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വെബിനാർ സംഘടിപ്പിക്കാമെന്ന് കരുതുന്നു. പേരൻസിനോട് ക്ലാസ് വൈസ് പേരൻസ് മീറ്റിംഗ് നടത്താനാണ് ലക്ഷ്യമിടുന്നത്.
നിലവിൽ പേരന്റ് റെപ്രസെന്റേറ്റീവ്സിൻ്റെതോ ഒരു തരം മീറ്റിങ്ങുകളോ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്കതെല്ലാം തന്നെ ഓൺലൈനായിട്ട് ഈ വർഷം കുറച്ച് നാൾ ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ. അടുത്തത് വരുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയുക, നോർമൽ അല്ലാത്ത രീതിയിൽ വളരെയധികം സാങ്കേതികമായ സഹായം വേണം. അതോടൊപ്പം തന്നെ മാൻ പവർ വേണം. വളരെയധികം ഇനിഷ്യേറ്റീവ്നെസ് രാത്രിയും പകലുമായി വീട്ടിൽ ഉൾപ്പെടെ വേണം. അത്തരത്തിലാണ് പോകുന്നത്. പക്ഷെ നമ്മളുടെ ഈ ഒരു കാലയളവിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് പോകുന്നത്. എല്ലാവരും, സ്കൂൾ മാത്രമല്ല, രക്ഷകർത്താക്കളായാലും പൊതുസമൂഹം മുഴുക്കയും. അതിന്റെ ഭാഗമായി പല കാര്യങ്ങളിലും പല റിലാക്സേഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരാത്തത് കൊണ്ട് ഡയറക്റ്റ് ഫീ പേയ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രയാസമുള്ളത് കൊണ്ട് അതിനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ശരിയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുകൂടാതെ നമ്മളുടെ തന്നെ ERP ഉണ്ട്. ഇതിലൊക്കെയുള്ള നിങ്ങൾക്കുള്ള യൂസർ ID, പാസ്വേഡ് ഇത് നിങ്ങൾക്ക് താമസിക്കാതെ അറിയിക്കും. അതല്ല, സ്കാൻ ചെയ്യാവുന്ന രീതിയിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതാത് ആപ്ലിക്കേഷൻ ത്രൂ ഗായത്രി സെൻട്രൽ സ്കൂളിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഗായത്രി വിദ്യാമന്ദിറിന് സെപ്പറേറ്റ് ആയിട്ട്. ഇത് രണ്ടും ഇപ്പൊ ഈ പറയുന്ന സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഗായത്രി സെൻട്രൽ സ്കൂളിൻ്റെത് കഴിഞ്ഞ് അടുത്തത് ഗായത്രി വിദ്യാമന്ദിറിന്റെ. ഇത് രണ്ടും രണ്ട് ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള അറ്റൻഡൻസ് ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും എല്ലാ തരത്തിലും ഒരേ സമയം തന്നെ വളരെ ഹാൻഡി ആയിട്ട് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അതിന്റെ ഏതാണ്ട് പെർഫെക്ഷനിലേക്ക് എത്തുന്നു. അടുത്ത ടീച്ചർ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് കൂടെ ആകാം. So you have heard what sir has said all the while. So the online education is in full swing, and the children are also cooperating with us, and all the limitations, whatever is there, it is just minor problems which is existing right now. So all those things will be overcome because we have taken this challenge, the period of COVID, as a challenge, and we have made it as an opportunity, especially for our teachers to learn and to become equipped technically. I think technologically they have become competent now to handle all these equipments. Otherwise, I don't think the teachers would have got an opportunity this way. And not all the teachers are equipped in this, but now it is not the case. Almost all the teachers know how to handle these systems. So I'm really grateful to our technical director, Narayan sir, and Ashna ma'am also for giving us the guidance. So on behalf of every one of us, I would like to thank the management also, because I don't think during this period we could make such a lot, so much of expenses there in investing in all these aspects. But then to looking at the welfare of our children, we have to do something, and that way they have helped us. So this has been a great opportunity for our teachers also, and for our students, and also for the parents. And I expect the complete support of our parents in future. Thank you all. അപ്പോഴാ ഓർക്കുക, ഞാനിപ്പോ ഈ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഓഫീസ് റൂമിലാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലാണ് ഈ കാര്യങ്ങൾ ഓടുന്നത്. എന്നിട്ട് പോലും ഇപ്പോൾ ഏകദേശം 4ഓളം കമ്പ്യൂട്ടറുകളാണ് ഈ ആവശ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്പീഡ്, ഇത്രയും ഹൈ സ്പീഡ് നെറ്റ്വർക്കിലായിട്ട് പോലും ചില ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ലീന ടീച്ചറിന് നിങ്ങൾക്ക് ശബ്ദം മാത്രമാണ് കിട്ടിയത്. അതുകൂടെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഉള്ള ക്ലാരിറ്റി ഇഷ്യൂസ് ആണ്. അത്രമാത്രം സാങ്കേതികമായിട്ട് സപ്പോർട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ക്ലാസ്സസ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നത് പോലെ അല്ല, ഇത് ലൈവായിട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന സാങ്കേതികമായിട്ടുള്ള പ്രോബ്ലംസ്. ഒരുപക്ഷെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് മറ്റെന്തേലും മാർഗത്തിലൂടെ വരുത്താം. ഇന്റർനെറ്റ് കട്ടായി പോയാൽ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് ഇത് പ്രത്യേകിച്ച് ആർക്കും അതിനകത്ത് അതോറിറ്റി എടുക്കാൻ പറ്റില്ല. നമ്മളുടെ ആരുടെയും
പിടിയിൽപ്പെടുന്ന കാര്യമല്ല ഇന്റർനെറ്റിന്റെ. ഇന്നിപ്പോ രാവിലെ ഞങ്ങള് യോഗ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 7:15 ആണെങ്കിൽ ഏതാണ്ട് 6:30 മുതൽ അതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പക്ഷെ നെറ്റ് കണക്ഷൻ ഇല്ല. ദൈവാദിനത്തിന് ഏതാണ്ട് 7:20 ആയപ്പോഴത്തേക്ക് നെറ്റ് കണക്ഷൻ കിട്ടി. അതുകൊണ്ട് അല്പം വൈകിയാണെങ്കിലും നമുക്ക് ഇന്ന് യോഗ ക്ലാസ് നടന്നു. ഇതൊക്കെ സംഭവിക്കാൻ കാരണം ഇപ്പോഴത്തെ നെറ്റ്വർക്കിന്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയോ ട്രാഫിക് ഇഷ്യൂസ് അതിലുള്ളത് കൊണ്ട് ഇപ്പൊ ഏഷ്യാനെറ്റിൻ്റെതാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഏതാണ്ട് 12ഓളം ഡയറക്റ്റ് കണക്ഷൻസ് എടുത്തിട്ടുണ്ട് ഹൈസ്പീഡില്. ഇത് പല ഭാഗങ്ങളിലായിട്ട് സെറ്റ് ചെയ്താണ് ക്ലാസ്സുകളും അതേസമയം ടീച്ചേഴ്സിന് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഇതെല്ലാം ഇതിലൂടെ കിട്ടണം. ഇപ്പൊ എൻ്റെ ഓഫീസിൽ മാത്രമായി കിട്ടിയിരിക്കുന്ന ഒരു കണക്ഷനാണ്. അതിൽ നിന്ന് 4 കമ്പ്യൂട്ടർ ഒരുപോലെ പ്രവർത്തിച്ചപ്പോൾ ക്ലാരിറ്റി ഇഷ്യൂസ് വരുന്നത് ഒരു സാങ്കേതിക പ്രശ്നമാണ്. അത് എപ്പോഴും ഉണ്ടാകില്ല, ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാത്തിനോടും പ്രോപ്പറായി സഹകരിക്കണം. അപ്പോഴാ ചിലപ്പോഴെങ്കിലും ആരോ പേരൻസിന്റെ സൈഡിൽ നിന്നാകണമെന്നില്ല, ചിലപ്പോഴെങ്കിലും ഒക്കെ കമന്റ്സ് ഇങ്ങനെ നമുക്ക് എൻകറേജിങ് അല്ലാത്ത കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഓഡിയോ ആയിട്ട് തന്നെ വരാറുണ്ട്. ഒരു ദിവസം മാത്തമാറ്റിക്സ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നെറ്റ് ഡൗൺ ആയത്. അപ്പൊ അതിനിടയിൽ ഒരു കമന്റ് മാത്തമാറ്റിക്സ് ചത്തുപോയി. ഇത്തരത്തിലൊക്കെയുള്ള കമന്റ്സ് സത്യത്തിൽ നമുക്കതൊരു എൻകറേജിങ് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ഒരു ചെറിയൊരു വിഭാഗമായിരിക്കാം, ഒരുപക്ഷെ രക്ഷകർത്താക്കളിൽ പെടാത്തവരായിരിക്കാം. അപ്പോൾ ആ കണ്ടോണ്ടിരിക്കുന്നവർ ആരായാലും കഴിയുന്നതും ഇതിന്റെ പ്രവർത്തനത്തിന് വരുന്ന ആ സ്ട്രെയിൻ മനസ്സിലാക്കുകയും അതിനോട് അനുഭാവപൂർവമായിട്ട് സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും സഹകരിച്ച രക്ഷകർത്താക്കൾക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.